സുഹൃത്തുക്കളെ, ഇന്ന് ജനുവരി 30 നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വെടിയേറ്റ് വീണ ദിനം. ഇതൊരു അനുസ്മരണ ദിനം മാത്രമല്ല, ഒരു ആത്മപരിശോധന ദിനം കൂടിയാണ്. ഗാന്ധിജിയെ നമ്മൾ സ്മരിക്കുമ്പോൾ തന്നെ ഒരു വേദനാജനകമായ സത്യം തിരിച്ചറിയണം. അദ്ദേഹം ജീവിച്ചു നിന്ന മൂല്യങ്ങൾ ഇന്ന് തുറന്നടിച്ച് ആക്രമിക്കപ്പെടുകയാണ്. ഗാന്ധിജിയുടെ ജീവിതത്തിൻ്റെ ഹൃദയമായിരുന്നു ഹിന്ദു മുസ്ലിം ഐക്യം. മതഭേദമില്ലാതെ മനുഷ്യരെ ഒന്നിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. പക്ഷേ ഇന്ന് രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത്? സാമുദായിക വെറുപ്പിൻ്റെ പ്രചാരം ദിവസം തോറും ശക്തമാവുകയാണ്. സമൂഹം പിളർത്തപ്പെടുകയാണ്. ഗാന്ധിജിയെ കൊന്നത് ഒരു വ്യക്തി മാത്രമല്ല, അദ്ദേഹത്തെ കൊന്നത് വെറുപ്പിൻ്റെ ഒരു ആശയധാരയാണ്. ഹിന്ദുത്വ ദേശീയത എന്ന ആശയധാരയിലാണ് നാഥൂറാം ഗോഡ്സെ വളർന്നത്. ഈ ആശയധാര നമ്മുടെ സ്വതന്ത്ര സമരത്തിൻ്റെ മൂല്യങ്ങൾക്കെതിരെ നിന്നതാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മൂല്യങ്ങൾക്കെതിരെ. ഗാന്ധിജിക്ക് ലോകമെമ്പാടും വലിയ ബഹുമാനമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തുറന്ന് അപമാനിക്കാൻ ഇന്നത്തെ ഭരണകൂട ശക്തികൾക്ക് പോലും പണ്ട് ധൈര്യമില്ലാതിരുന്നത്. പക്ഷേ അവർ ചെയ്തത് മറ്റൊന്നാണ്. ഗാന്ധിയെ പുറത്തു നിന്ന് ആദരിക്കുന്നത് പോലെ നടിച്ച് അകത്ത് നിന്ന് അദ്ദേഹത്തെ തകർക്കുന്ന പ്രചാരണം. ഗാന്ധി ഹിന്ദുക്കളെ ദുർബലമാക്കി, മുസ്ലിങ്ങളെ അനുകൂലിച്ചു, ഭഗത് സിംഗിനെ രക്ഷിച്ചില്ല, നേതാജിയെ അവഗണിച്ചു, പട്ടേലിനെ ഒഴിവാക്കി, നെഹ്റുവിനെ തിരഞ്ഞെടുത്തു. ഇതൊക്കെയാണ് വർഷങ്ങളായി നമ്മൾ കേൾക്കുന്ന നുണകൾ. ഇവയെല്ലാം സത്യമാണോ? അല്ല. ഭഗത് സിംഗിൻ്റെ കാര്യത്തിൽ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ ലോർഡ് ഇർവിനോട് 2 തവണ കത്തെഴുതി. വധശിക്ഷ ഒഴിവാക്കാൻ ശ്രമിച്ചു. പക്ഷേ ബ്രിട്ടീഷ് സർക്കാർ അത് അംഗീകരിച്ചില്ല. ഈ സത്യം മറച്ചുവെച്ച് ഗാന്ധിയെ കുറ്റപ്പെടുത്തിയത് ഒരിക്കലും വിപ്ലവകാരികൾക്കായി ഒരു വിരൽ പോലും അനക്കാത്ത ആളുകളാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ കാര്യവും അതുപോലെ തന്നെ. ഗാന്ധിക്കും നേതാജിക്കും പാതകൾ വ്യത്യസ്തമായിരുന്നു. പക്ഷേ പരസ്പര ബഹുമാനം അവസാനം വരെ നിലനിന്നിരുന്നു. നേതാജിയാണ് ഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത്. ഗാന്ധിയാണ് നേതാജിയെ ദേശഭക്തന്മാരിൽ രാജകുമാരൻ എന്ന് പറഞ്ഞത്. ആസാദ് ഹിന്ദ് ഫൗജിലെ ആദ്യ ബറ്റാലിയന് ഗാന്ധി ബറ്റാലിയൻ എന്ന് പേരിട്ടതും നേതാജിയാണ്. ഇനി നെഹ്റുവിൻ്റെയും പട്ടേലിൻ്റെയും കാര്യത്തിൽ ഗാന്ധിജി വ്യക്തമായി പറഞ്ഞിരുന്നു, തനിക്ക് ശേഷം നേതൃത്വം നൽകേണ്ടത് ജവഹർലാൽ നെഹ്റു ആണെന്ന്. പട്ടേലിന് ഇതിൽ ഒരിക്കലും വൈരാഗ്യമുണ്ടായിരുന്നില്ല. നെഹ്റുവിനെ തൻ്റെ ഇളയ സഹോദരനും നേതാവുമെന്നായിരുന്നു അദ്ദേഹം കണ്ടത്. ഗാന്ധിജിക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ, യുവാക്കളുടെ വിശ്വാസം ആരിലാണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായിരുന്നു. ഇന്ന് നടക്കുന്ന എന്താണ്? ഒരു വശത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും നെഹ്റുവിനെ കുറ്റപ്പെടുത്തുന്നു, മറുവശത്ത് ഗാന്ധിയെ പതുക്കെ സൂക്ഷ്മമായി ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ ശ്രമിക്കുന്നു. എന്തിനാണിത്? നമ്മുടെ സ്വതന്ത്ര സമരത്തിൻ്റെ മൂല്യങ്ങളെ നിഷേധിക്കാൻ, ഭരണഘടനയുടെ ആത്മാവിനെ ദുർബലപ്പെടുത്താൻ. ജനുവരി 30 വെറുമൊരു അനുസ്മരണ ദിനമല്ല, ഇതൊരു മുന്നറിയിപ്പാണ്. ഗാന്ധിയെ കൊല്ലാൻ കഴിഞ്ഞു, പക്ഷേ ഗാന്ധിയുടെ ആശയങ്ങളെ നമ്മൾ കൊല്ലാൻ അനുവദിക്കുമോ? സത്യത്തിൻ്റെയും അഹിംസയുടെയും സാഹോദര്യത്തിൻ്റെയും വഴിയിലാണ് ഇന്ത്യ മുന്നോട്ട് പോകേണ്ടത്. അതാണ് ഗാന്ധിക്ക് നൽകാവുന്ന യഥാർത്ഥ ആദരം.